ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. രതീഷ് ബ്രോ ഓക്കേ എന്ന് പറയുന്നുണ്ട്. രതീഷ് ബ്രോ ഓക്കേ എന്ന് പറയുന്നുണ്ട് സാബുജി. രതീഷ് ബ്രോ നാളെ ലൈവ് ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു. മെസ്സേജ് സ്റ്റെക്കായതാണോ നോക്കട്ടെ. രതീഷ് ബ്രോ അൽത്താഫ് സ്ഥലം എവിടെയാണ് സാബുജി ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത്. രതീഷ് ബ്രോ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അൽത്താഫ് സ്ഥലം എവിടെയാണ് സാബുജി ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട് അൽത്താഫ്. അശ്വിനി എന്നാണ് കണ്ണനും കാന്താരി. ഓക്കെ, അശ്വിനി എന്നാണ് കണ്ണനും കാന്താരിയും പേര്. അപ്പം നമ്മുടെ റെജി കുറച്ച് നേരമായി കണ്ടില്ല, എവിടെ പോയി മല്ലൂസേന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ മല്ലൂസ് 2 മണിക്കൂറിലധികമായി നമ്മുടെ കൂടെ നിൽക്കുന്നുടാ റെജി. നമ്മുടെ അശ്വിനി കുറേ നാളായി സാബുജി എന്ന് പറയുന്നുണ്ട്. അശ്വിനി കുറേ നാളായിട്ട് ഉള്ള ആളാണെന്നാണ് നമ്മുടെ രതീഷ് ഏട്ടൻ പറയുന്നത്. അൽത്താഫ് കൊല്ലം. അൽത്താഫിനോട് സാബുജി പറയുന്നത് കൊല്ലാണ്. അൽത്താഫ് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. കണ്ണനും കാന്തരി രതീഷ് ഏട്ടാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിരിച്ചെന്താ പറയുന്നത്, ഒറ്റയ്ക്കുള്ള ഫീൽ അറിയുന്നത് പ്രവാസികൾക്കാണ്. ഞാൻ യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരുപാട് സന്തോഷമാണ്. ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. ടൈം പോകുന്നത് അറിയുന്നതേ ഇല്ല. സാബുജിയോട് പറഞ്ഞ 1K ആക്കുമെന്ന് അങ്ങനെയാണ് നമ്മുടെ ചിരിച്ച് പറയുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ സാബുജിയോട് പറഞ്ഞ 1K ആക്കുമെന്ന് രതീഷ് ബ്രോ പറയുന്നു. അൽത്താഫ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് സാബുജി. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ. നമ്മുടെ സന്തോഷം നമ്മുടെ ചുറ്റിലുമുള്ളവരിൽ നമ്മൾ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവരിലാണ് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവരില്ലാതെ വരുമ്പോൾ നമുക്ക് വിഷമം വരുന്നത്, നമ്മൾ ഒറ്റപ്പെടുന്നത്. ശരിയാണോ? ഞാൻ തിരുവനന്തപുരം കോട്ടൂർ എന്ന് പറയുന്നുണ്ട്. അൽത്താഫ് കോട്ടൂർ. ഓക്കെ അൽത്താഫ് കോട്ടൂരാണ്, തിരുവനന്തപുരത്തുള്ള കോട്ടൂരാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ അൽത്താഫ്, ഒരുപാട് സന്തോഷം എന്തായാലും നമ്മുടെ ലൈവിലേക്ക് വന്നതിൽ. നമ്മൾ പ്രവാസികളായാലും ആരായാലും നമ്മൾ എവിടെയായാലും നമ്മുടെ സന്തോഷം മറ്റുള്ളവരിൽ കണ്ടെത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഒറ്റപ്പെടുന്നത്. കറക്റ്റാണോ ഞാൻ പറയുന്നത്? അതായത് നമ്മൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് അവരുടെ മേലാണ്, അവരിൽ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ്. രതീഷ് ഏട്ടാ ഇപ്പോഴും 1K ആയില്ല. കണ്ണനും കാന്താരിയും ഒരിക്കലും വിഷമിക്കേണ്ട. നമ്മളെ സാബുജിയും രതീഷ് ഏട്ടനും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളത് കൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീഡിയോസ് ഇടുക എന്നുള്ളതായിരിക്കും. സീത ശരിയാണ് ഡിവൈനേ എന്ന് പറയുന്നുണ്ട്. ഓ താങ്ക് യു സീത, താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം കേട്ടോ. ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. കോട്ടൂർ വർക്കല ഭാഗത്താണോ എന്ന് സാബുജി ചോദിക്കുന്നു. ഹായ് സീത എന്ന് നമ്മുടെ റെജി വിളിക്കുന്നുണ്ട്. സീതയ്ക്ക് ഹായ് പറയുന്നുണ്ട് കേട്ടോ റെജി. സീതയും തിരിച്ച് ഹായ് പറയുന്നുണ്ട്. അതെ, നമ്മൾ ഒരിക്കലും നമ്മുടെ സന്തോഷം നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ താക്കോല് അവരുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക. അപ്പോൾ റെജി സാബുജി അത് വെട്ടൂർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കോട്ടൂർ വർക്കല ഭാഗത്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സാബുജി ചോദിച്ചപ്പോൾ റെജി ചോദിച്ചത് അത് വെട്ടൂരല്ലേ എന്ന്. എനിക്ക് തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങളൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് കോഴിക്കോടുള്ള സ്ഥലങ്ങളെ അറിഞ്ഞോളൂ. അഭിജിത്ത് സാബുജി അത് വെട്ടൂറല്ലേ. അഭിജിത്ത് കൂയി എന്ന് വിളിക്കുന്നുണ്ട്. അഭിജിത്തെ എന്തൊക്കെയുണ്ട് വിശേഷം? അഭിജിത്തെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാറായോ? ആണോ ഡിവൈനേന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ റെജി. അപ്പം ഇനി മുതൽ എല്ലാവരും
എന്ത് ചെയ്യാ